to Giggly Cow. ഇടത്തോട്ട് തിരിയുക. അതാണ് ഗൈസ് പ്രോപ്പർ വാൾപ്പാറ പറഞ്ഞ വഴി. ഞാൻ ബൈക്ക് വരുന്നുണ്ട് ഇതിലൂടെ. What a view guys, what a view. Random kids. ഊക്കത്തിനല്ലേ പൈസ മറ്റേതാണത് എന്താ പറയാ അല്ലേ യുക്കേലി. ഇതിലേത് കൂടെ Oh my God. വണ്ടി രണ്ട് പേർക്ക് മണിക്കിനാവെനിക്ക് തൊങ്കുകൾ പോയിക്കോട്ടോ. നീ ഭയങ്കര അറിവല്ലേ. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ അവിടെ ഈ റോഡിന് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുത്തു. അത് എന്തിനാ പറ്റുന്നതിൽ ടിക്കറ്റ് എന്തായാലും അവിടെ കയ്യിലുണ്ട്. ഇവിടെ ഒരു ബാലാജി ടെമ്പിൾ ഉണ്ട്, അതുപോലെ ഒരു വാട്ടർഫാളും ഉണ്ട്. കാണിക്കണത് വാട്ടർഫാളും പിന്നെ ബാലാജി ടെമ്പിളും. വ്യൂ അമേസിംഗ് ആണ് വ്യൂ. പിന്നെ പറയണ്ട വേറെ മല വന്ന റോഡ് മുഴുവനും ഈ വ്യൂ ആണ്. അപ്പൊ ഞാൻ എന്താ പറയാൻ വിചാരിച്ചു വെച്ചാൽ എന്തായാലും ഞങ്ങള് 100 രൂപ 50 വെച്ചിട്ട് 100 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. കണ്ണിനൊരു റിലാക്സേഷൻ, മൈൻഡിന്, ബ്രീത്തിന് ഒക്കെ ഒരു എല്ലാത്തിനൊരു റിലാക്സിങ്. മുന്നിക്ക് വരുന്ന തണുത്ത കാറ്റാണ്. തണുത്ത കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയാ ഉറക്കം വരിക എന്നാലും നമ്മളെ മൈൻഡ് പക്കാ കൂളായി ഇവിടെ കടന്നുറങ്ങാന്നുള്ള ചിന്താഗതി. അങ്ങനത്തെ ഒരു എന്താ പറയാ ഈ വഴിയിൽ ബാക്കിൽ ഇങ്ങനെ പോകുന്നത് യുക്കാലിയാണ് തോന്നുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് പോയിട്ടോ. ഈ മരായിരിക്കും. വാഴപ്പാറ എല്ലാ റോഡും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. റോഡുകളൊക്കെ ചെറിയ റോഡാട്ടോ. വണ്ടിക്ക് മാക്സിമം ഒരു 3.5 മീറ്റർ 4 മീറ്റർ വീതിയുള്ള റോഡാണ്. ഇങ്ങോട്ടുകൂടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കണം. സ്ലോ ആക്കണം. ഇപ്പൊ നമ്മളൊരു ഇന്നോവ കാറും നമ്മളെ ബൈക്ക് തന്നെ പോകുമ്പോ ഒന്ന് ഒത്തിരി നമുക്കൊന്ന്
ഇതാക്കാം സ്റ്റാവാക്കാം ശരി എന്താ പിന്നെ കുറെ ഫാളുണ്ട് ഇങ്ങോട്ട് ഇവിടെ അതൊക്കെ ജസ്റ്റ് ഡാം അത്രേ ഉള്ളൂ ജസ്റ്റ് ഡാം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് മുകൾക്കാണ് പോകേണ്ടത് അവിടെയാണ് വാട്ടർഫോൾ ഉള്ളത് ഓക്കെ അപ്പൊ ഗൈസ് ഇനി നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ അങ്ങനെ പോകണ്ട് അപ്പൊ ഇവിടെ ഒരു ഡാം ഉണ്ട് ടണൽ ഷട്ടറൊക്കെ ഉണ്ട് അവിടെ ഇവിടെ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ മുകൾക്കാണ് പോകാനുള്ളത് ആകാശം അവിടുന്ന് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണേന്ന് ഞങ്ങള് എടാ അവിടെ മേടിച്ചായിരുന്നു കൊറേ മേടിച്ചിട്ടുണ്ട് അപ്പൊ പോവാ പിന്നെ ഞങ്ങള് ഇവിടുന്ന് അങ്ങനെ മേലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് പോയാലും വണ്ടിക്ക് റെസ്റ്റ് ആണ് നമുക്കും റെസ്റ്റ് ആണ് ഇനി ഇങ്ങനെ ഈ റോട്ടിനോട്ട് പോകാറുള്ളത് ഇങ്ങനെ ഈ റോട്ടിന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറുള്ളത് അതിലങ്ങനെ ഫുള്ള് കാട് വൈബ് തന്നെ അവിടെ ആയിരുന്നു നമ്മൾ ഇറങ്ങിയത് ഇപ്പൊ നമ്മൾ ഇതിലൂടെ പോകുന്നു ഇവിടൊക്കെ വീടുണ്ട് വീട് നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വീടുണ്ടായിരുന്നു അല്ലേ ഇവിടൊക്കെ വലിയ വലിക്ക് വീട് ഒക്കെ പൊളിഞ്ഞുണ്ട് ഒരു കോട്ടേജ് പോലെ ഗൈസ് അങ്ങനെ ചിന്നക്കല്ലാർ ഫോൾസ് കാണുന്നപ്പോൾ നിങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അവിടേക്ക് കുറച്ച് ട്രക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഈ പോകുന്ന വഴി കാണിക്കാം ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു ഏരിയ ഉണ്ട് കാട്ടരുവി It's a nice view, guys. Nice view. ഇളകുന്നുണ്ട് ഇളകുന്ന പാലം പാലത്തിലൂടെ ഞങ്ങൾ എവിടെ ഞങ്ങൾ അയ്യോ ഇതാണ് ഒക്കെ ഉണ്ട് രസമുണ്ട് കേട്ടോ വഴി
പോസ്റ്റ് ഓഫീസ് അവിടുത്തെ എടാ ഇന്ത്യൻ പോസ്റ്റ് വാട്ടർഫോൾ പോയേക്കാം. അവിടെയൊക്കെ ഓരോ വീടുകള് ഓരോടെ കുറച്ചധികം നടക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഒരു ഏരിയനെ നമ്മൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനത്തെ കല്ല് വെച്ചിട്ട് കൽപ്പാത ഉണ്ടാക്കിയിട്ടാണ്. അതുപോലെ ബാത്റൂം ഉണ്ട്. ഇവരൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടത്, എല്ലാ ഏരിയയിലേക്ക് പോലെ ഏത് അവിടെ ബാത്റൂം ജെന്റ്സിന്റെ ആയിട്ടും ലേഡീസിനായിട്ടുള്ള ടോയ്ലറ്റ്. ഇവിടെ കണ്ടത് ഇവിടെ നമ്മളാൾക്കാര് കുറവാണ്, നമ്മളാൾക്കാർ ഇങ്ങോട്ട് എത്തിപ്പെടുന്നില്ല ബൈക്കില്. പക്ഷെ ഭയങ്കര കാഴ്ചകളാണ്, പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോരാന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെടുന്നവര് പോന്നോളൂ. പ്രകൃതി ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും വരാം. കാറിലും ബസ്സിലൊക്കെ വരുന്നുണ്ട് ആളുകള്. ഫാമിലി ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് ബസ് പിടിക്ക് ഇങ്ങോട്ട് പോരും. പക്ഷെ കൂടുതൽ യാത്രയാണ് പറഞ്ഞാല് വാൽപ്പാറയിൽ യാത്ര എന്ന് പറയുമ്പോ വലിയ വലിയ പാറകള് ഇതാണ് തോന്നണു ഞാനൊരു വീഡിയോയില് കണ്ടത്. ഈ വാട്ടർഫോൾ ഇപ്പൊ നമ്മൾ പോകുന്ന വാട്ടർഫോള് ഒരു പ്രൈവറ്റ് ആയിട്ട് നിന്നീന്ന എന്തോ ആണ് തോന്നുന്നുണ്ട്. പിന്നെ അത് ആള് എന്താ പറയാ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് അങ്ങനെയാണ് തോന്നുന്നു ഇപ്പൊ ഈ പോകുന്ന വാട്ടർഫോൾ. ഞാൻ ആലോചിക്കുന്നത് നമ്മളിപ്പോ വന്നിട്ടുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വേനൽക്കാലമാണ്. വേനൽക്കാലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു വലിയ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുമോ അറിയില്ല. തൂക്കുപാലുണ്ടോ അവിടെ?
ചെരുപ്പഴിക്കും. ചക്ക വയ്ക്കണമെന്ന് തോന്നുന്നു. ഇത് ഒരു വലിയ വാട്ടർഫോൾ ആണ്. പക്ഷെ നമ്മൾ വന്ന ടൈം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. എന്നാലും നമുക്ക് ഉണ്ട് അല്ലേ? വെള്ളം തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളം. കാലിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് മരവിക്കുന്ന പോലെ. അപ്പൊ ഗൈസ്, ഈ പിറകിൽ കാണുന്നതാണ് ഈ പറഞ്ഞ വാട്ടർഫോള്. അതില് മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവുന്നതാണ് ഈ ഗാർഡൻ ഉണ്ടല്ലോ ഒരു പറഞ്ഞത്. ഇവിടെ ഗാർഡൻ ഉണ്ട്. അപ്പോ എനിവേ ഇവിടെ ഒരു വലിയ അണ്ണാന് ചക്ക കഴിക്കുന്നുണ്ട്. കിട്ടുമോ നോക്കട്ടെ. ചെറുപ്പൊക്കെ ഊരിയിട്ട് കഴിയുന്നു. അതെ അതെ, നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അണ്ണാനില്ലേ, അതിനെന്തൊരു പേരുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വാട്ടർഫോളിൽ വെള്ളം കുറവാണ്. മഴക്കാലമല്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. എന്തായാലും ഇങ്ങോട്ടുള്ള യാത്രകളും ഇവിടുത്തെ കാഴ്ചകളും അടിപൊളിയാണ് ഗൈസ്. എനിക്ക് വരാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇനിയിപ്പോൾ പറയും നമ്മുടെ നാട്ടിൽ ഇതിലേറെ വലിയ ഫോൾ ഉണ്ടല്ലോ എന്നൊക്കെ പറയാനുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടില് ഇങ്ങോട്ട് വരുന്ന വഴിയിലുള്ള വ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. അതാണ്. അപ്പോൾ വർത്ത് ഡ്രൈവാണ് എന്തായാലും ഇങ്ങോട്ടുള്ള യാത്ര. ഇവിടെ മൊത്തം വാൾപ്പാറ. നിങ്ങൾക്ക് എന്തായാലും ഒരു ഫാമിലി ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഇട്ടോളൂ. വാൾപ്പാറ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, വളരെയധികം സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കുന്നു വാൾപ്പാറ. വെരി തണുത്ത വെള്ളം, വെരി തണുത്ത വെള്ളം. ഇത് കുടിക്കാൻ മതിയാവും, അത്രയും നല്ല തണുപ്പുണ്ട്. കുടിക്കാൻ പറ്റുമോ? ഗാർഡനോട് ചോദിക്കണോ? നിങ്ങൾ കൂടെ വരുമ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നുന്നു.
കയറ് കെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഈ സ്ഥലത്തിനോട് ബൈ ബൈ പറയാണ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ഐ ഗെസ്. എനിക്കിഷ്ടമായോ? ഇനി ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് പോകണം. ഇവിടെ തിരിച്ച് ഇനി ഇവിടെ ഏതാ നോക്കാം. ഇനി വാൾപ്പാറയിൽ കുറേ ഇപ്പോഴത്തെ വാട്ടർഫോൾസ് വേറെയുണ്ട്. പിന്നെ പറഞ്ഞ ഡാമുകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് വെള്ളം കുറവായിരിക്കും. അതുകൊണ്ട് വാട്ടർഫോളിൻ്റെ ഒക്കെ അവസ്ഥ ഈ ലെവലിൽ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മൾ കണ്ടില്ലേ, അത്രേ വെള്ളമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണുള്ളൂ. അത്രേ പ്രകൃതി ഭംഗി. ഇപ്പം നോക്കാം, നിന്റെ ബാക്കിലൊക്കാം എടാ. ഇപ്പം ഇവിടൊക്കെ എന്താണ് മേഘങ്ങൾ കൂടിയുണ്ട്. വലിയ മല. ഇതിലിപ്പോൾ നമ്മളിത് ചെറുതായിട്ട് കാണുമ്പോൾ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് ഇറ്റ്സ് എ വെരി ബിഗ് അങ്ങനെയാണ്. അപ്പോൾ ഇത് സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഇതിൻ്റെ സൗണ്ട് എന്താ പറയാ, ആഹാ ഇതൊക്കെ ഇത് ആ വെള്ളത്തിൽ കണ്ട അതിൻ്റെ ബാക്കിയായിരിക്കും അല്ലേ? അത് വലുതായതായിരിക്കും ബ്ലാക്ക്. അപ്പം ഇനി ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി വേറെ ഡെസ്റ്റിനേഷനിൽ പോകണം. ഒരു ബാലാജി ടെമ്പിൾ ഉണ്ട്. അത് ആഫ്റ്റർ 3 PM ഓപ്പൺ എന്നാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പം സമയം 1:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ കയറണ്ടല്ലോ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. കാരണം നല്ല കൺകുളിർക്കേ ഞാനൊരു എന്താ പറയുക, പ്രകൃതി സ്നേഹിയാണ്. അതന്നെ ഈ യാത്ര തന്നെ ഞങ്ങൾക്ക് ഒരു വലിയ ഡെസ്റ്റിനേഷൻ ആയിരിക്കുന്നത്. സോ ഞങ്ങൾ തിരിക്കുകയാണ് വീട്ടിലേക്ക്. പിന്നെ ഒറ്റപിടുത്തം എന്നുള്ളതല്ല, ഞങ്ങൾ സാവധാനം കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങനെയുള്ളൊരു പോക്കാണ് ഞങ്ങൾ പോവാ. വന്ന വഴിയല്ലല്ലോ, നമുക്ക് പൊള്ളാച്ചി വഴി പോയാലോ? ഓക്കെ, നോക്കട്ടെ, അറിയില്ല, നോക്കട്ടെ. ഞങ്ങള് ആലോചിക്കട്ടെ ഏത് വഴിയാ തിരിക്കണ്ടേ എന്നുള്ളത്. ഏത് വഴി വേണേലും പോവാം. എന്തായാലും സാവധാനേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തിരിച്ചാൽ നമുക്ക് വൈകാതെ നാട്ടിലെത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിലോമീറ്റർ ഉണ്ട്, ഒരു 300 അടുത്തുണ്ടാവും. ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലല്ല, ഒക്കെ തമിഴ് സംസാരിക്കണവരൊക്കെ ഹിന്ദിക്കാരുണ്ട് അല്ലേ? നമ്മളെ ആളുകൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല തോന്നുന്നത്. ഉണ്ടാവും, അപ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും. അധികം പോവാ മൂന്നാറ് അങ്ങനെയല്ലേ? അതേ വൈബ് തന്നെയാണ്, മൂന്നാർ വൈബ് തന്നെയാണ്. പക്ഷെ എന്താ പറയാ, അതിനേക്കാളും കാണാണ്ട് കാണും. നല്ല യാത്ര ഉണ്ടല്ലേ നമ്മളവിടുന്ന് പോരുകയാണെങ്കിൽ. ഒരു 300 കാട്ടിലൂടെ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരുപാട് നേരം കാട്ടില് നിന്നിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ അങ്ങനെ ഒന്നും പറ്റൂല. ഒറ്റ സ്ട്രെച്ചിൽ പോണം. അത് പറഞ്ഞാൽ വൈൽഡ് ആനിമൽ നമുക്ക് ഇവിടുന്ന് ആതിരപ്പള്ളി അവിടെ നിർത്താം. അപ്പോഴും അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം നിൽക്കാൻ പാടില്ല എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ വൈൽഡ് അനിമൽസ് ഉണ്ടായതുകൊണ്ട് 80 കിലോമീറ്റർ ഈ വാൾപ്പാറ തന്നെ വൈൽഡ് അനിമൽസിന്റെ ഒരു ഏരിയ ആണ്. ഓരെന്താ പറഞ്ഞാല് 9 മണിന്റെ ശേഷം നമ്മളോട് റൂമിന് പുറത്തിറങ്ങരുത് എന്നാ പറഞ്ഞത്. അവിടെ ചീറ്റയുണ്ട്, ചീറ്റാന്ന് വൈൽഡ് അനിമൽസ് ഉണ്ട്. സോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുൻപ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ടയേർഡ് ആയതുകൊണ്ട്
ഞങ്ങൾ നേരെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാല്ലേ? അതെ, യൂട്യൂബിലേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അവിടെ നല്ല വൈഫൈ ഉണ്ടായിരുന്നു, നമ്മുടെ ഫോണിലൊന്നും റേഞ്ച് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്തായാലും ഇനി ഞങ്ങൾ വേറെ വീഡിയോ മീൻസ് വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഞങ്ങൾ പോവും. ഞങ്ങൾ ഗിംബലൊക്കെ എത്തട്ടെ, ഗിംബൽ എടുത്തിട്ട് അല്ലേ ഇതുപോലത്തെ ഞങ്ങൾ എങ്ങനെയാണോ, ഞങ്ങൾക്ക് കടൽ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ മലയും കുന്നും അതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എങ്ങനത്തെ പേഴ്സൺ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മൗണ്ടൻ പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഓഷ്യൻ മീൻസ് സീ പേഴ്സൺ ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുമാണ്. ഞങ്ങൾക്ക് മലകളും ഞങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ കടലും എൻജോയ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഞങ്ങൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ കഴിയും. ബ്യൂട്ടി ഉള്ളതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും അല്ലേ? ഒക്കെ ഈ ട്രാവലാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. ഓക്കെ, അതെ വരൂ, അതെ. നമുക്ക് ചിലപ്പോ എപ്പോഴും എല്ലാ ദിവസവും ഒന്നും പോകാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പം കഴിയുന്ന ഒരു ദിവസം വർഷത്തിൽ ഒരു പ്രാവശ്യമാണ്. എല്ലാരും പ്രശ്നം പറഞ്ഞാല് ബൈക്ക് റൈഡ് ആണെങ്കിൽ രണ്ടാൾക്ക് വരാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഒരു ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പോന്നാ മതി. പിന്നെ ഞങ്ങളുടെ ഓരൊക്കെ മീൻസ് എൻ്റെ സിസ്റ്റേഴ്സും ഉമ്മയും കാര്യങ്ങളും എല്ലാം ഓരെല്ലാവരും ഓക്കെ. അപ്പോൾ ഇപ്പം എൻ്റെ സിസ്റ്റേഴ്സും കാര്യങ്ങളും ഓരോക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും വണ്ടി തന്നെ വേണം. ഇത് ഞങ്ങൾ ഒറ്റ മൈൻഡ് എന്നുള്ള രീതിയിൽ പോരും. അപ്പം ഇനി അടുത്തത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ കാശ്മീരൊക്കെ പോകണം, മണാലി പോകണം, അങ്ങനെയൊക്കെയാണ്. വൺ ഡേ ഞങ്ങൾ അവിടെ എത്തും. നമ്മൾ എത്തുമെന്ന് നമ്മൾ ചിന്തിക്കാം. ഇനി മൂന്നാറിൽ ഞാൻ പോയിട്ടുണ്ട്. അതൊരു ഫാമിലി ട്രിപ്പായിരുന്നു ബൈ ബസ്സിൽ. മൂന്നാറിൽ ബസ്സിലായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് ബസ് ആയിരുന്നു, ഫാമിലി ട്രിപ്പായിട്ടായിരുന്നു പോയത്. നോ വേ, അന്ന് ഞാൻ ക്ഷീണിച്ച് ഛർദിച്ച് ഞാൻ ഛർദിക്കും. KSRTC ആണ് പിന്നെ ഞാൻ ഓക്കെ ആവുന്ന ഒന്ന്, ബാക്കിയെല്ലതും എനിക്ക് വിഷയമാണ്. സോ മൂന്നാറ് എന്താ സൗണ്ട്? ഫ്ലൈറ്റാ? ഫ്ലൈറ്റ്? ഓക്കെ. അപ്പം മൂന്നാറ് ബൈക്കിൽ ഒന്ന് പോകണം അല്ലേ? മൂന്നാറ് നമുക്ക് ബൈക്കിൽ പോകണ്ട ഒരു ദിവസം. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഈ വീഡിയോ ഇനി തിരിച്ചു പോകുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യും. ഓക്കെ, വീണ്ടും കാണുന്നതും വരേക്കും. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും. വണക്കം.